നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രവുമല്ല, അതിന് സഹായകരമായ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടൂളിനെയും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു റോങ് കരിയർ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ എഫർട്ടും ഒക്കെ പാഴാക്കാതെ കൃത്യമായ കരിയർ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഇവിടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതുമായി ബന്ധപ്പെട്ട കുറേ അഡ്വൈസ് തരുന്നതിന് വേണ്ടി ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ അജിത് ചച്ചോളി. അദ്ദേഹം ഏതാണ്ട് 30ഓളം വർഷം ഈ കരിയർ കൗൺസിലിംഗ് മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഒരു സർട്ടിഫൈഡ് കരിയർ കോച്ചാണ് അദ്ദേഹം. ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ് ആണ്. ബാംഗ്ലൂർ മാനേജ്മെൻറ്റ് അക്കാഡമി BMA, അതേപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർനാഷണൽ, ഇതിൻ്റെയൊക്കെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു ഡോക്ടർ ബ്രിജേഷ്. ഓക്കെ, എനിക്ക് ആദ്യം അറിയേണ്ടത്, ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കണം കരിയർ സെലക്ട് ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ കണ്ടുവരുന്നത് സ്റ്റുഡൻസ് കരിയർ സെലക്ട് ചെയ്യുന്നത് അക്കാഡമിക്സ് കോഴ്സിൻ്റെ ബേസിലാണ്. യെസ്. ഇപ്പോൾ കണക്കിൽ മാർക്ക് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കൂടുതൽ മാർക്കുള്ള ഒരു സയൻസിലേക്ക് പോകും, അല്പ കുറവാണെങ്കിൽ കൊമേഴ്സിലേക്ക് പോകും, അതിലും കുറവാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് പോകും. യെസ്, ഓക്കെ. പിന്നെ വരുന്നത് പിയർ ഇൻഫ്ലുവൻസ് ആണ്, ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ്. ഓക്കെ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നു, എല്ലാവരും മംഗലാപുരത്ത് പഠിക്കാൻ പോകുന്നു, അതൊരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ പേരൻസിൻ്റെ ഒരു ആസ്പിറേഷൻ ഇവിടെ കയറി വരും. ഇതാണ് സാധാരണ നടക്കുന്ന ഒരു രീതി, കൺവെൻഷനൽ ആയിട്ട്. അത് വേണ്ട എന്നാണ് സാറ് പറയുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു 25 വർഷം മുമ്പിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടൂള് സ്റ്റെത്തോസ്കോപ്പ് മാത്രമായിരുന്നു. ഡോക്ടർ ഒരു 95% സമയവും അപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ 5 ടെസ്റ്റെങ്കിലും പറയും. ബ്ലഡ്, യൂറിൻ, സ്കാൻ, ഇതെന്തുകൊണ്ട് ചെയ്യുന്നു? കാരണം ഡോക്ടർ വാണ്ട്സ് ടു ബി വെരി വെരി ഷുവർ ഉള്ള ഡയഗ്നോസിസ് കറക്റ്റ് ആണെന്നുള്ളത്. അതേമാതിരി നമ്മൾ ഈ അക്കാഡമിക് സ്കോർ മാത്രം വെച്ച് പോകുമ്പോഴൊരു പ്രോബ്ലം വരുന്നത്, ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഒരുമാതിരി ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എല്ലാത്തിനും A+ വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? എല്ലാത്തിനും മാർക്സ് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഫാക്ടേഴ്സ് അവിടെ കയറി വരികയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മാതിരി നമ്മൾ വി ആർ ഫൈൻഡിങ് ഔട്ട് മോർ way of finding out what is his strength, what is his weakness. എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണിത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൈക്കോമെട്രിക് ടൂൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണല്ലോ ഇത് വിളിക്കുന്നത്, ഇത് എന്താണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് വേർഡാണ്. അതൊരു ഗ്രീക്ക് വേർഡാണ്. സൈക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ്, മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റിൽ സാധാരണ 2 ടൈപ്പ് ടെസ്റ്റാണ് വരാറ്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒന്ന് പേഴ്സണാലിറ്റി ടെസ്റ്റും. ഇന്ന് അതിനകത്ത് കൂടുതൽ ഘടകങ്ങൾ കയറി വന്നു. മോട്ടിവേഷൻ കയറി വന്നു, ഇൻട്രസ്റ്റ് കയറി വന്നു, EQ കയറി വന്നു, ഓറിയന്റേഷൻ സ്റ്റൈൽ കയറി വന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മാതിരി നമ്മൾ സ്റ്റെത്തോസ്കോപ്പ് മാത്രം നോക്കാതെ നമുക്ക് 5 ഫാക്ടേഴ്സും കൂടെ കയറി വന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻഫോംഡ് ഡിസിഷൻ ആയിരിക്കും. അപ്പോഴും ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടെസ്റ്റുകൾ കാണാം. ഇപ്പം നെറ്റിലൊക്കെ നോക്കിയാൽ ഓൺലൈനിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഏതാണ് ബെസ്റ്റ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ പലപ്പോഴും ഈ ഓൺലൈനിൽ കാണുന്ന ടെസ്റ്റുകൾ സാധാരണ 10 മിനിറ്റിൻ്റെ ടെസ്റ്റ്, ഹാഫ് ആൻ അവറിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ കളക്ഷൻ ടൂളാണ്. അവർക്ക് ഫ്രീ ആയിട്ടാണ് പലപ്പോഴും. ഒരു ശരിക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സാറ് പറയുന്നത് നമ്മുടെ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതിന്റെ ബേസിൽ പോവുകയാണെങ്കിൽ അതൊരു ഇറ്റ് ക്യാൻ ഡു മോർ ഹാം ദൻ ഗുഡ്. കാര്യം ഇപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ ലാബിൽ പോകുന്ന റിപ്പോർട്ട് ലാബ് മോശമാണെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഒരു മിസ്ലീഡിംഗ് ആണ്. ഒരു കുട്ടിയുടെ 5-6 വർഷം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാം.
ഇപ്പം നമ്മൾ സാധാരണ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് നോക്കാറുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് റിലയബിലിറ്റി, ഒന്ന് വാലിഡിറ്റി, ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ. എന്താ ഈ റിലയബിലിറ്റി വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞാൽ? റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഇറ്റ് ദ റൈറ്റ് ടൂൾ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനൊരു വെയിങ് മെഷീൻ മേടിച്ചു. ശരി, ഞാൻ രാവിലെ നോക്കിയപ്പോൾ എൻ്റെ വെയിറ്റ് 70 kilos ആണ്. ഓക്കെ. ഉച്ചക്ക് നോക്കിയപ്പോൾ അത് 80 ആയി. ഓക്കെ. നാളെ നോക്കുമ്പോൾ അത് 40 ആണ്. ഓക്കെ, അപ്പോൾ അത് റിലയബിൾ അല്ല. റിലയബിൾ അല്ല. ആ ഇൻസ്ട്രുമെന്റ് ഇസ് ടോട്ടലി റോങ്. ഓക്കെ. രണ്ടാമത്തത് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് ഈസ് ഇറ്റ് മെഷറിംഗ് വാട്ട് ഇസ് സപ്പോസ് ടു മെഷർ. ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സയൻസ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നാണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മെഷറിംഗ് യുവർ അഭിരുചി. ഓക്കെ, അത് ആ ഏരിയയിലെ നോളജ് മാത്രമേ അത് മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെയിം ടെസ്റ്റാണ് 8th, 9th, 10th സ്റ്റുഡൻസിന്. ശരി. അപ്പോൾ 10th ചോദ്യങ്ങൾ 8th സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, ഓക്കെ. ദാറ്റ് ഇസ് നോട്ട് എ റിലയബിൾ ഓർ എ വാലിഡ് ടൂൾ. അപ്പോൾ റിലയബിൾ ആണോ, വാലിഡ് ആണോ, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പിൾ സൈസ് എന്തായിരുന്നു. ഓക്കെ. ഈ സാമ്പിൾ സൈസ് കറക്റ്റ് പോപ്പുലേഷൻ ആയിരുന്നു. ഇപ്പൊ ടെസ്റ്റ് ചെയ്തത് മുഴുവനും വെസ്റ്റേൺ സ്റ്റുഡൻസിനാണെങ്കിൽ. അല്ല സാർ, ഇപ്പൊ ഏത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു സാധാരണ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ്. ഓക്കെ. അതിന് ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശരി. റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞത് ഈ ടെസ്റ്റ് നടത്തിയ പോപ്പുലേഷൻ മുഴുവനും വെസ്റ്റേൺ പോപ്പുലേഷൻ ആണെങ്കിൽ ഓക്കെ, നമുക്കത് ചിലപ്പോൾ ഇവിടെ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അവിടെ സ്റ്റഡി മെത്തേഡ്സ്, അവരുടെ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന്റെ സാമ്പിൾ സൈസ് എത്രയായിരുന്നു. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, വെൽക്കം ടു ദാറ്റ് ഡീറ്റെയിൽസ്. ആപ്റ്റിറ്റ്യൂഡ് ഗുരു എന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ സാമ്പിൾ സൈസ് വാസ് 13,000 സ്റ്റുഡൻസ്. ബോത്ത് സെക്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ. വി ഹാഡ് സ്കൂൾസ് ഫ്രം ഗവൺമെന്റ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ ആൻഡ് സ്റ്റേറ്റ് സ്കൂൾസ്. എന്ന് പറഞ്ഞാൽ സ്കൂൾസ് വന്നിട്ടുണ്ട്, പ്രൈവറ്റ് സ്കൂൾസ് വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ബോർഡ് സ്കൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്റ്റുഡൻസിനെ എടുത്താണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് സൈക്കോളജിസ്റ്റും അക്കാഡമിഷ്യൻസും കൂടി ഇരുന്നിട്ടാണ്. വലിയൊരു ടീമാണത്. 100 പേരുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്ത ഒരു ടെസ്റ്റാണ്. ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ഒരുമാതിരി എല്ലാ ടെസ്റ്റും വെസ്റ്റേൺ സ്റ്റൈലിലും വെസ്റ്റേൺ സ്റ്റുഡൻസിന്റെ ബേസിലും ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇതിപ്പോൾ ആരാ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ആപ്പ് ഗുരു എന്നുള്ളത്? ഇത് ഡെവലപ്പ് ചെയ്തത് IIT, IIMs, ISB ഹൈദരാബാദ്, സൈക്കോളജിസ്റ്റ് ആൻഡ് അക്കാഡമിഷ്യൻസ്. ഓക്കെ, അവർ ഡെവലപ്പ് ചെയ്തൊരു ടെസ്റ്റാണ്. ഓക്കെ. ഇതിന്റെ ഡ്യൂറേഷൻ എത്ര നേരത്തെ ടെസ്റ്റാണ്, അങ്ങനത്തെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഇത് 2.5 hours ടെസ്റ്റാണ്. 5 പാരാമീറ്റേഴ്സ് ആണ്. ശരി. ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, EQ, ഓറിയന്റേഷൻ സ്റ്റൈൽ. ഓക്കെ. ഇത് 5നും there are different branches. ഇപ്പോൾ ഓറിയന്റേഷൻ സ്റ്റൈൽ 4 എണ്ണമാണ്. ഓക്കെ. പേഴ്സണാലിറ്റി 15 ആണ്. ഇൻട്രസ്റ്റ് 22 എണ്ണം ഉണ്ട്. EQ 4 എണ്ണം ഉണ്ട്. ശരി. ഇതെല്ലാം കൂടെ വരുമ്പോൾ 56 ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ചോദ്യങ്ങൾ സിമ്പിൾ ചോദ്യങ്ങളാണ്, ഇതിന് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇത് ആൻസർ ചെയ്യാൻ 2.5 മണിക്കൂർ എടുക്കും. ഓക്കെ. അത് ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. ശരി. അവർക്ക് ദേ ക്യാൻ ടേക്ക് ബ്രേക്സ്. അപ്പോൾ എൻ്റെ മകൻ ചെയ്തപ്പോൾ 3 ദിവസം എടുത്തു. കാരണം ദേ ക്യാൻ ബോർഡ്. ഓക്കെ. അപ്പോൾ അതിനൊക്കെ നിർത്തിയിട്ട് വന്നിട്ട് സാവധാനം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഏത് ഏജ് ഗ്രൂപ്പുകാരാണ് ഇങ്ങനത്തെയുള്ള ടെസ്റ്റുകൾ എടുക്കേണ്ടത്? അല്ലെ ഈ ഒരു ആപ്പ് ഗുരു എന്ന് പറഞ്ഞ ടെസ്റ്റ് ഏത് ഏജ് ഗ്രൂപ്പിനുള്ളതാണ്? ഇത് ഐഡിയലി നമുക്ക് വരുന്ന ചാലഞ്ച് 11th സ്റ്റാൻഡേർഡിൽ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം. ഓക്കെ. 10th കഴിയുന്നവർക്കുള്ള ഒരു വലിയൊരു അത് 8th, 9th, 10th സ്റ്റുഡൻസിന് ടെസ്റ്റ് എടുക്കാം. 13 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ടെസ്റ്റ് എടുക്കാം. അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത് ഏത് സ്ട്രീം, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ. അടുത്ത ലെവൽ വരുന്നത് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 11th, 12th സ്റ്റുഡൻസ്. ഏത് സബ്ജക്ട് ചൂസ് ചെയ്യണം. എഞ്ചിനീയറിംഗ് 35 സ്ട്രീം ഉണ്ട്, ഏത് ചൂസ് ചെയ്യണം. അടുത്തത് ഡിഗ്രി കഴിയുന്ന സ്റ്റുഡൻസിന്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഞാൻ MBAക്ക് പോകണോ അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകണോ. ഇങ്ങനെ 3 ഡിഫറെന്റ് ടെസ്റ്റ്. അപ്പോൾ 13 to 21 years വരെയുള്ള കുട്ടികൾക്ക് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. 2.5 hours ടെസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് അക്യുറേറ്റ് ആണോ, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? എങ്ങനെയാണ്? നമ്മളുടെ ഈ ടെസ്റ്റിന് 25 lakh സ്റ്റുഡൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 25 ലക്ഷം. അതിന്റെ ഫീഡ്ബാക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആക്യുറസി 97.2% ആണ്. അതാണ് ഇവിടെ അല്ലേ 97% accuracy, 25 lakh students. But this is considered to be the most valid and reliable test in the market today. It is approved by Government of India, Commerce, Government Science and Technology, Government of UAE, even the US Consulate. 3 approvals നമുക്കുണ്ട് ഇതിന്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു 35 പേജ് കോംപ്രഹെൻസീവ് റിപ്പോർട്ട് കിട്ടും അല്ലേ? ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കാണുക? റിപ്പോർട്ടിൽ നമ്മൾ ഈ പറഞ്ഞ 5 പാരാമീറ്റേഴ്സും അതിൻ്റെ ഡിഫറൻസ് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഴ്സണാലിറ്റി എടുത്തു. പേഴ്സണാലിറ്റിയിൽ ആ സ്റ്റുഡൻറ്റിന് വന്നിരിക്കുന്നത് ഈസ് മോർ ഓഫ് എൻ ഇൻട്രോവേർട്ട് ദാൻ എൻ എക്സ്ട്രോവേർട്ട്. But then it explains what does it mean, how will it impact him, how to correct this. Oh right, okay. EQ എടുത്തു. അപ്പം റിസൾട്ട് മാത്രമല്ല കറക്ഷൻ റെമഡിയൽ മെഷേഴ്സും പറയുന്നുണ്ട്. 15 പേഴ്സണാലിറ്റി പ്രൊഫൈൽസിലും ഓരോ പേഴ്സണാലിറ്റി എടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ പേഴ്സണാലിറ്റിയിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ കുറവാണെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് EQ ആണ്, ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ അവയർനെസ്, ഇമോഷണൽ സെൽഫ് എഫിക്കസി, എംപതി, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. ഇതിൽ 4ലും സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ കുറവാണെങ്കിൽ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുകൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 35 പേജ് റിപ്പോർട്ടായിട്ട് മാറുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് എക്സ്പെൻസ് ഒക്കെ വരും ഈ ഒരു ആപ്പ് ഗുരു ഈ ഒരു സോഫ്റ്റ്വെയറിന്? ഈ ഒരു ടെസ്റ്റിന് വരുന്നത് 2400 rupees ആണ്. 2400 രൂപയുള്ളൂ. ഓൺലൈൻ ആയിട്ടായിരിക്കും? ഓൺലൈൻ ആണിത്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് ഓൾസോ വി വിൽ ഡു ആൻ ഓൺലൈൻ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട്. അതായത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഓൺലൈനിലൂടെ റിപ്പോർട്ട് ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുകയും അതുമായിട്ടുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ റിപ്പോർട്ടാണ്, ആർക്ക് വായിച്ചാലും മനസ്സിലാവും. എന്നിരുന്നാലും കാര്യം ഇതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 2400 rupees ടെസ്റ്റിന് വേണ്ടി മാത്രമല്ല, ഇതിനോട് കൂടെ ആഡഡ് സർവീസ് വേറെ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ടൂൾസ് സയന്റിഫിക് ആയിട്ടുള്ളത് ഇങ്ങനെ അവൈലബിൾ ആണോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 കരിയർ കയറി വന്നു. ലോ, അതായത് ഈ സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്യുന്നു ഇയാൾക്ക് 4 കരിയർ സ്യൂട്ടബിൾ. എക്സാമ്പിൾ ലോ വന്നു, മീഡിയ സ്റ്റഡീസ് വന്നു, എത്തിക്കൽ ഹാക്കിംഗ് വന്നു, പിന്നെ വന്നത് മീഡിയ സ്റ്റഡീസ് വന്നു. ഇത് 4ഉം നോക്കിയപ്പോൾ കുട്ടിക്ക് ഇഷ്ടമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഈ സേസ് എനിക്ക് 4ഉം ഇഷ്ടമാണ്, പക്ഷെ ഒന്ന് ചൂസ് ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റുഡൻറ്റിനോട് നമുക്ക് പറ്റുന്ന കാര്യം ഈ ഡിഫറെൻറ്റ് കരിയറിൽ പോയിട്ട് 3 മാസം വർക്ക് ചെയ്യാൻ പറയും. അത് ഇമ്പോസിബിൾ ആണ്. അപ്പം നമ്മൾ പറയുന്നത് ഈ ക്യാൻ ഡു എ വെർച്വൽ ഇന്റേൺഷിപ്പ്. ഒരു ഗെയിം മാതിരിയാണ്, ഒരു ഇന്ററാക്റ്റീവ് ഗെയിം. അപ്പോൾ അത് ഓൺലൈനിലാണ്. ലോ ദേ വാണ്ട് ടു സീ വാട്ട് ഈസ് എ ലോയർ. ഒരു ലോയർ എന്തൊക്കെ ചെയ്യണം, എത്തിക്കൽ ഹാക്കർ, ഇതൊരു വാക്ക് മാത്രമേ അവർക്ക് അറിഞ്ഞോളൂ. ഇതിൻ്റെ അത് എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ വെർച്വൽ ആയിട്ട് ഇവർ പോയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗെയിം പോലെ ഗെയിം, ഇന്ററാക്റ്റീവ് ഗെയിമാണ്. AI പവർഡ് ഗെയിം. ഒരു 4-5 ദിവസം, ½ an hour to 1 hour a day സ്പെൻഡ് ചെയ്യുന്നു. ഇത് കഴിയുമ്പോൾ they get a 15 page report. How did you fare? The student also realizes ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പം നാരോ ഡൗൺ ചെയ്ത് ഫൈനലായിട്ട് ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നാരോ ഡൗൺ ചെയ്തു, എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് എത്തി. അടുത്ത ചോദ്യം, എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കരിയർ ഓപ്ഷൻസ് എന്താണ്? ഇതിന്റെ കരിയർ പാത്വേ എന്താണ്? എനിക്ക് ഇന്ത്യയിൽ എവിടെ പഠിക്കാൻ പറ്റും? ഇതിന്റെ എൻട്രൻസ് എക്സാംസ് ഉണ്ടോ? സോ വി ഗീവ് ആക്സസ്. ഈ 2400 rupeesന് വി ഗീവ് ദം ആൻ ആക്സസ് ടു എ കരിയർ ലൈബ്രറി. അത് ശരി. 250 ഡിഫറെന്റ് കരിയേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സാധാരണ ഒരു പേരന്റിനും സ്റ്റുഡന്റിനും ഒരു 10-12 കരിയറെ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അറിയാൻ മേലാത്ത കരിയർ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ലൈബ്രറിയിൽ. അത് ആക്സസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ടോപ്പ് കോളേജസ് 25,000 കോളേജസിന്റെ ഡേറ്റ അതിൻ്റെ അകത്ത്. ഇതിന്റെ എൻട്രൻസ് എക്സാം എപ്പോഴാണ്, ഇതിന്റെ ഫീസ് എപ്പോഴാണ്, എത്ര ഫീസ് അടക്കണം, ഈ ഡേറ്റയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കണ്ടിന്യൂയിങ് സർവീസ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ടെസ്റ്റ് ഓപ്റ്റ് ചെയ്താൽ അതിന്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഈ സ്റ്റുഡൻറ്റ് ടെസ്റ്റ് ചെയ്തത് 9th സ്റ്റുഡൻറ്റ് ആക്ച്വൽ കരിയർ ചൂസ് ചെയ്യുന്നത് 11th. So we give them an option to find out what are the highest best scholarships available. There is something called as a profile builder. കാര്യം പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ന്യൂ ഏജ് കോളേജസ് അങ്ങനത്തെ കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കോളേജ് പ്ലാനർ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ എന്തൊക്കെ എൻട്രൻസ് എക്സാംസ് എഴുതണം, ഇതിന്റെ ഡേറ്റ്സ് എപ്പോഴൊക്കെയാണ്. വിൽ ഗിവ് ദം SMS മെസ്സേജസ്, വിൽ ഗിവ് ദം
മെയിൽസ് ഇതിന്റെ ടൈം ആയി എന്ന് പറഞ്ഞിട്ട്. So we are continuously engaging with them. Then we are continuously giving blogs, articles on new developments in the career. For continuous ഒരു സർവീസ് അവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി എത്ര പേര് ഈ ടെസ്റ്റ് എടുത്ത് കാണുമായിരിക്കും? 25 ലക്ഷം സ്റ്റുഡൻസ് ഇന്ത്യയിലും UAE-ലായിട്ട് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഈ 97.2% ആക്യുറസി. അപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ് ഒരു റോങ് കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ he is going to find it very difficult, he will burn out very fast. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് പോയിട്ട് IT-യിൽ ജോയിൻ ചെയ്യുന്നു, അതിനതിന് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ, അഭിരുചി ഇല്ലെങ്കിൽ he will struggle there. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബേൺ ഔട്ട് ആയിരുന്നു 3 കൊല്ലം കൊണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he has gone and joined for അതെ, അത് വലിയൊരു കോസ്റ്റ് ആണത്. നമ്മൾ റോങ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വലിയ പാടാണ്. അത്ര ടൈം, മണി, എഫർട്ട് എല്ലാം വേസ്റ്റ് ആണ് അല്ലേ? അത് വലിയൊരു കോസ്റ്റ് ആണ്. നമുക്കത് we cannot even evaluate what is the damage. So it's very very important that you use a right scientific tool. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ഈ ഇതേപോലെയുള്ള ആപ്പ് ഗുരു പോലെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് അല്ലേ, അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകളിലൂടെ പോയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കരിയർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സാറ് സൂചിപ്പിച്ചത്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പോൾ ഏതാണ്ട് 25 ലക്ഷത്തോളം കുട്ടികൾ അവരുടെ കരിയർ സെലക്ട് ചെയ്യുവാനായിട്ട് അവരെ സഹായിച്ച 97.2% അക്യുറസി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആപ്റ്റ് ഗുരു എന്നുള്ള ഒരു സയൻറ്റിഫിക് ടൂളിനെ കുറിച്ചും അതിലൂടെ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അജിത് സാറുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ അവരുടെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അവരുടെ ഇതിൻ്റെ ലിങ്കൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്താൽ അവരുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഓർക്കുക, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു തെറ്റ് സംഭവിച്ചുകൊണ്ട് ഒരു റോങ് കരിയർ ചൂസ് ചെയ്യുവാണെങ്കിൽ അത് വലിയ നഷ്ടങ്ങളിലേക്ക്, അത് സാമ്പത്തികം മാത്രമല്ല സമയനഷ്ടത്തിലേക്കും എഫർട്ട് നഷ്ടത്തിലേക്കും ഒക്കെ ഇടയാക്കും. അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ തന്നെ കൃത്യമായ സമയത്ത് കൃത്യമായ കരിയർ ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് കഴിയണം. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.